കുറെ നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു മകനെ എനിക്ക് നെസ്റ്റിൽ നിന്ന് പറഞ്ഞു വിടേണ്ടതായിട്ട് വന്നു. അവൻ്റെ മനസ്സിലുള്ള ചിന്ത ഇതായിരുന്നു: ഞാൻ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത്, എനിക്കത് നിർത്താനായി ഉദ്ദേശമില്ല. കാരണം കഞ്ചാവ് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊന്നും തന്നെ എനിക്ക് മോശമായി സംഭവിച്ചിട്ടില്ല. എനിക്ക് കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുകയില്ല. ഈ ചിന്താഗതിയുള്ള ഒരു മകനെ ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത വിധത്തിൽ ഈ ചിന്തയിൽ അടിയുറച്ചു പോയ മനസ്സുള്ളൊരു മകനെ വളരെ വേദനയോടെ എനിക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായി റെഫർ ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു കാര്യം ഞാൻ ഈ സമയം ഓർക്കുകയാണ്. പല കോളേജ് വിദ്യാർത്ഥികളുടെയും സ്കൂളിൽ പഠിക്കുന്ന ആളുകളുടെയും ചില മാതാപിതാക്കളുടെയും മനസ്സിൽ ഉള്ളൊരു ചിന്ത ഇതാണ്: വലിയ വലിയ ലഹരികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരുവൻ ജീവിതം നശിച്ചു പോകുന്നത്. കഞ്ചാവോ അങ്ങനെയുള്ള ലഹരികളോ ഉപയോഗിക്കുന്നതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ പിന്നെ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും വേണമെങ്കിൽ നിർത്താം. പല രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ചില രാജ്യങ്ങളിൽ റിക്രിയേഷണൽ ഡ്രഗായി, വിനോദത്തിന് വേണ്ടിയുള്ള ഡ്രഗായി കഞ്ചാവിനെയൊക്കെ അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ന്യായീകരണങ്ങൾ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് തോന്നിയ ഒരു കാര്യം ഇതാണ്: ചില ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി എപ്പോൾ വേണമെങ്കിലും നിർത്താം എന്നുള്ള ചിന്ത കൊണ്ടാണോ അവർ കുഴപ്പമില്ല എന്ന് പറയുന്നത്? അതോ അവരുടെ ബ്രെയിനെയും അവരുടെ ശ്വാസകോശങ്ങളെയും അവരുടെ ചിന്തയെയും ഇതിനൊന്നും സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള വിചാരം കൊണ്ടാണോ അവരിത് നല്ലതാണെന്ന് പറയുന്നത്? അതോ ഉറക്കത്തെ ഒരു പക്ഷേ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതോ ചില കുട്ടികൾ പഠിക്കാൻ വേണ്ടി, നന്നായി പഠിക്കാൻ വേണ്ടിയിട്ട് കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റും, അങ്ങനെയുള്ള ചിന്താഗതി കൊണ്ടാണോ ഇത് സാരമില്ല എന്ന് വെക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്? പലർക്കും പല കാരണങ്ങൾ പറയാനായിട്ടുണ്ടാകാം. എന്നാൽ ഞങ്ങളുടെ ജീവിത അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി അണലി പാമ്പ് കടിക്കുന്ന പോലെ അത്രയും ഭീകരമായ ഒരു അവസ്ഥയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാൾ. അയാളൊരു പക്ഷെ കമ്പയർ ചെയ്യായിരിക്കും, രാജവെമ്പാല കടിക്കുന്ന പോലെ ഉള്ള ഡ്രഗുകളുണ്ട്, MDMA അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായ ഡ്രഗുകളോ ഉണ്ട്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ അണലി കടിക്കുന്നത് ഒന്നും അല്ല എന്ന് ഒരു വ്യക്തി പറയുന്നത് പോലെയാണ് മറ്റ് ലഹരികൾ ഉപയോഗിക്കാതെ കഞ്ചാവ് ഉപയോഗിച്ചിട്ട് സ്വയം ന്യായീകരിക്കുന്ന വ്യക്തിയും. എല്ലാം അപകടകരമായ വർഗങ്ങൾ തന്നെ, യാതൊരു സംശയവും എനിക്ക് ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കഞ്ചാവ് മാത്രം ഉപയോഗിച്ച് 15 വർഷം കഞ്ചാവ് മാത്രം ഉപയോഗിച്ച ഒരു മകൻ എനിക്കറിയാം. കഞ്ചാവ് മാത്രമാണ് അവൻ പ്രധാനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 15 വർഷത്തിന് ശേഷം അവൻ്റെ സ്വഭാവ രീതികൾ, ചിന്താരീതികൾ, സ്റ്റബേണായിട്ടുള്ള നേച്ചർ, ഭയങ്കരമായ പിടിവാശി, ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ, അവൻ്റെ മനസ്സിൽ അവനെക്കുറിച്ച് തന്നെയുള്ള നടക്കാത്ത സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു അതിൻ്റെ പിന്നാലെയുള്ള അവൻ്റെ ഒരു ഓട്ടം, പിന്നീട് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം പോലും, കഞ്ചാവ് ഉപയോഗിക്കാതെ 1 വർഷം കഴിഞ്ഞതിന് ശേഷം പോലും അവൻ്റെ ഈ സ്വഭാവ രീതികളിൽ ഒന്നും ഒരു മാറ്റവും ഇല്ലാത്ത അവസ്ഥ. ഞാൻ ആലോചിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കുന്ന കഞ്ചാവ് അണലിപ്പാമ്പ് കടിക്കുന്ന പോലെ തന്നെ അത്രയും ഭീകരമാണ്. MDMA ഉപയോഗിച്ച് എൻ്റെ രാജവെമ്പാല കടിച്ചിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ വരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മകൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് അവൻ തന്നെ അത് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കും. കഞ്ചാവ് ഉപയോഗിച്ച് പിന്നീട് മറ്റ് ലഹരികളിലേക്ക് ചേക്കേറിയ ഒരു മകൻ അതിൽ നിന്ന് തിരിച്ചു വന്നു, നല്ല മിടുക്കനായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ ഈ ഒരു വെളിച്ചം, കഞ്ചാവ് ഭീകരമായ ഒരു ലഹരിയാണ്, അത് ഒരുവൻ്റെ കുടുംബത്തെയും ജീവിതത്തെയും നശിപ്പിക്കും, യാതൊരു സംശയവുമില്ല എന്നുള്ള വെളിച്ചത്തിലേക്ക് ഈ മകൻ്റെ അനുഭവം നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം
ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് അതിൻ്റെ ആ ചിന്തയുടെ മാരകമായ പ്രശ്നങ്ങളെപ്പറ്റി നിങ്ങളോട് സംസാരിക്കും. ആദ്യമായിട്ട് കഞ്ചാവ് അടിച്ചാലുള്ള ഒരു എഫക്റ്റ് ഞങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിക്കൊണ്ടിരുന്നത് ISROയിൽ ജോലി കിട്ടിയ പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലത്തൊന്നായിരിക്കില്ല കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ജെറ്റിൽ പറക്കായിരിക്കും എന്നൊരു ഫീലാണ് ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഈ കഞ്ചാവ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ ബീഡി വലിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ആ ബീഡി ഞങ്ങളുടെ വീട്ടിലിരുന്ന് വലിക്കും. വീട്ടിലിരുന്ന് വലിക്കുന്ന സമയത്ത് ഞങ്ങൾ ആ വലിച്ചു വിടുന്ന പുകയിന്ന് ഞങ്ങൾ കുറച്ച് ഉന്മാദം അല്ലെങ്കിൽ സ്റ്റിമുലൻ്റ് ആയിട്ട് കുറച്ച് ഉന്മാദം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾക്ക് എൻ്റെയൊക്കെ ജീവിതത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യൂരിയോസിറ്റി കൂടുതലുള്ള ആളാണ്. അപ്പോൾ ഞാൻ ഇതിന് കൂടുതൽ അറിയാനായിട്ട് ഒരു കള്ളത്തരം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ കള്ളത്തരം ചെയ്തു. ഞാൻ ആദ്യമായിട്ട് വലിച്ചത് ബീഡിയാണ്. അതിനുശേഷം ഞങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ കൂട്ടുകാരെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, എനിക്കത് ചെയ്ത് നോക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് എനിക്ക് ആദ്യമായിട്ട് കഞ്ചാവ് കിട്ടിയ സമയത്ത് ഞാൻ ഇത് ബീഡിയിൽ വെച്ച് വലിക്കാനും, ആദ്യമായിട്ട് ഞാൻ ബീഡിയിലാണ് വെച്ച് വലിച്ചത്. പിന്നെ കാലങ്ങൾ ചെല്ലും തോറും ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് ചേർന്നു. ഡിഗ്രിക്ക് ചേർന്ന് തോറും എൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ മുന്നോട്ട് പോകുന്നതിന് പകരം കഞ്ചാവ് എങ്ങനെ അടിക്കാം, അല്ലെങ്കിൽ ഏത് തരം ബ്രീഡിലുള്ള കഞ്ചാവ് ഉണ്ട് എന്നതിനെ കുറിച്ചുള്ളൊരു PhD തന്നെ ഞാൻ എടുത്ത് കരസ്ഥമാക്കി ഞാൻ എൻ്റെ കൈകളിൽ വെച്ചു. അതിനുശേഷം ഞാൻ പലതരത്തിലുള്ള കഞ്ചാവ് ഉപയോഗിക്കുകയും പലതരം ടൈപ്പിൽ ഞാൻ ഉപയോഗിക്കുകയും, അത് ഏതൊക്കെ ടൈപ്പാന്ന് ഞാൻ പറയണില്ല, അത് നമ്മുടെ കൊച്ചു കുട്ടികളത് ഉപയോഗിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ പലതരം ടൈപ്പിൽ ഞാൻ കഞ്ചാവ് യൂസ് ചെയ്യുകയും ചെയ്തു. കാലങ്ങൾ ചെല്ലുന്തോറും ഞാൻ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകളിലേക്ക് കടക്കുകയും, ഉയർന്ന ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്റ്റിമുലൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത്, നമ്മളെ ഉന്മാദത്തിൽ നിർത്തുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിനെ അത് ബാധിക്കും. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നത്, ഉറങ്ങിയില്ലെങ്കിൽ നമ്മളൊരു സൈക്കോസിസ് അവസ്ഥയിലേക്കാണ് പോവുക, ഒരു ഭ്രാന്തിലേക്ക് പോവും. അപ്പൊ നമ്മുടെ ശരീരത്തിനെ ഉറക്കാൻ വേണ്ടിയുള്ള മരുന്നിന് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രഗാക്കി മാറ്റി എൻ്റെ ബോഡീനെ ഞാൻ സഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രഗാക്കി മാറ്റി ഞാൻ കഞ്ചാവ്. ഏറ്റവും അവസാനം എൻ്റെ പഠിത്തത്തിനെ അത് ബാധിച്ചു, എൻ്റെ തലച്ചോറിനത് തിന്നു. കഞ്ചാവ് ഓർമ്മകളെ നഷ്ടപ്പെടുത്തി, കൂട്ടുകാരായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി, ഫാമിലിപരമായിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തി. ഇതൊക്കെ പറയാൻ കാരണം കഞ്ചാവ് അടിക്കുമ്പോൾ സൈലന്റ് ആയിരിക്കും, പക്ഷെ ഇത് കിട്ടാത്തൊരവസ്ഥയിൽ എന്താ ചെയ്യുക, എങ്ങനെയാ ചെയ്യുക എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവില്ല. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ഡ്രഗുകളൊക്കെ ഒറ്റൊരവസ്ഥേനെ അടിസ്ഥാനപരമാക്കിയിട്ടായിരിക്കും ആ ഡ്രഗ് എഫക്റ്റ് ചെയ്യുക. പക്ഷെ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ആ ഡ്രഗ് 3 അവസ്ഥേനെ അടിസ്ഥാനപരമാക്കിയിട്ടുള്ള ഡ്രഗ്. അത് കൂടുതലായിട്ട് സൈക്കോളജിസ്റ്റ് പറഞ്ഞു തരും. പക്ഷെ നമ്മളെ 3 അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകും. കഞ്ചാവ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചിന്തയിൽ നമ്മൾ വിചാരിക്കും ഇത് യാതൊരു വക പ്രശ്നമില്ല, ഇതിനോട് ഒരു പ്രശ്നമില്ല, നമ്മുടെ ചിന്തകൾ റെഡിയാവും, നമുക്ക് പഠിക്കാൻ കുറേ പഠിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ഡ്രസ്സിങ് രീതികൾ മാറും, നമ്മുടെ ഹെയർ സ്റ്റൈല് മാറും, നമ്മുടെ ജീവിതം തന്നെ ആകെ മാറും. നമ്മുടെ തലച്ചോറിന് ഇത് തിന്നും. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥിരതയില്ലാത്ത ഒരു ജീവിതമായി മാറും നമ്മുടെ. പക്ഷെ ഇത് ഇപ്പൊ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ആദ്യം ഞാൻ കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് താൽക്കാലിക സന്തോഷങ്ങളും അതിനുശേഷം ദുഃഖങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ.
ഇത് കിട്ടാത്തൊരവസ്ഥയിൽ ഞാൻ ഭയങ്കര ദുഃഖവും ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ കഞ്ചാവിനേക്കാളും കൂടുതൽ സ്നേഹിക്കണത് എൻ്റെ ഈശോനെ ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തില് സന്തോഷങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ ഇപ്പൊ കരയുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമേ കരയുള്ളൂ. ആദ്യം എൻ്റെ അമ്മ കരയുന്നുണ്ടെങ്കിൽ അതെൻ്റെ നാശത്തിനെ കുറിച്ച് മാത്രം അമ്മ കരയുള്ളൂ. ഇപ്പോ ഞാൻ ഈ ലഹരി ഉപേക്ഷിച്ചതോടുകൂടി, ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റു ലഹരികൾ ഉപേക്ഷിച്ചതോടുകൂടി ഞാൻ മാത്രമല്ല രക്ഷപ്പെട്ടത്, എൻ്റെ ഈശോ എൻ്റെ കുടുംബത്തിനെ മൊത്തം രക്ഷപ്പെടുത്തി. എൻ്റെ ചേട്ടനായാലും എൻ്റെ അപ്പനായാലും എൻ്റെ അമ്മയായാലും ഞാനായാലും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കഞ്ചാവ് വലിയ പ്രശ്നമില്ലല്ലോ, അതുകൊണ്ട് അത് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് 24 വയസ്സിന് താഴെയുള്ള മിക്കവാറും. അത് 24 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കഞ്ചാവ് വലിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അവർ ആദ്യമായി ചെയ്യുന്ന അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പാപം ശരിയാണ് അല്ലെങ്കിൽ ഒരു തെറ്റ് ശരിയാണ് എന്നാക്കാനായിട്ട് മനസ്സുപയോഗിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെത്തേഡാണ് റാഷണലൈസേഷൻ. യുക്തിക്കുക, റാഷണലൈസ് ചെയ്യുക, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. അപ്പം അതിന് അവർ കുറേ കാരണങ്ങൾ കണ്ടെത്തും. ഞാൻ കുട്ടികൾ പറഞ്ഞ ചില കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ്. എല്ലാത്തിനും ഒരു എം വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു രസം കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ പറയണം. മെക്സിക്കോയിൽ ഇത് അലൗഡാണ്, അതുകൊണ്ട് ലോകത്തെല്ലായിടത്തും അലൗഡ് ആക്കണം. മറ്റൊരു കാര്യം എടുത്ത് പറയുന്നത്, നമുക്ക് ഒരു ഫ്രണ്ട് എലവേഷൻ, സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു ഫ്രണ്ട് എലവേഷൻ ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷനും പഠനത്തിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു സാധനം വലിക്കുകയാണെങ്കിൽ അത് കിട്ടുമെന്നാണ് അവൻ പറയുന്നത്. വേറൊരാൾ പറയുന്നത് ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ശരിക്കൊരു മരുന്നാണെന്ന് പറയുന്നത്, മെഡിസിൻ. അടുത്ത എം. വേറൊരാളോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്ന ഒരു വാക്ക്, കഞ്ചാവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മെഡിറ്റേഷന് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കഞ്ചാവ് എന്ന് പറഞ്ഞൊരു സാധനം സർവ രോഗ സംഹാരിയും സർവ ഉയർച്ച നൽകുന്ന ഒരു ദിവ്യ ഔഷധമായിട്ട് മാറി. ഇത് കഞ്ചാവിനെ കുറിച്ച് ഓരോ കഞ്ചാവ് വലിക്കുന്ന വ്യക്തികള്, കഞ്ചാവ് കൊടുക്കുന്ന വ്യക്തികള് ഇവരുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അതോടുകൂടിയുള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, കഞ്ചാവ് വലിക്കുന്നത് കൂടി കിട്ടുന്ന ഒരു സന്തോഷം കൂടി കിട്ടുമ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു ബോധം അവർ വളരും. എന്നാൽ ഈ 4 എമ്മുകൾ ഞാൻ പറഞ്ഞു, മെഡിറ്റേഷൻ, മെഡിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് മെക്സിക്കോ. പക്ഷെ ഒരു കാര്യം മാത്രം ഇവർ പറയാറില്ല, കഞ്ചാവ് വലിച്ചാൽ മെന്റലാവും അല്ലെങ്കിൽ മാനസിക രോഗിയാകും എന്നുള്ള കാര്യം മാത്രം പറയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാണ്ടിരിക്കാം, പക്ഷെ ഈ ഒരു കാര്യം ഉറപ്പായിട്ടും കിട്ടും. അതായത് കാനബീസ് യൂസ് അത് എൻഡ് ചെയ്യുന്നത് സൈക്കോസിസ്, ഭ്രാന്തിലാണ്. നമ്മളാരും കാനബീസ് ഉപയോഗിച്ചവരുടെ ജീവിതം എങ്ങനെയാണ് അവസാനിച്ചതെന്നും എങ്ങനെയാണ് അവർ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും വായിക്കാറില്ല. അവരുപയോഗിച്ചപ്പോഴുള്ള രസവും ആ രസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ. ശരിക്കും കാനബീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന, തലച്ചോറുണ്ടാവുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് സൈക്കോസിസ്, ഭ്രാന്ത് വരുത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. 1, കാനബീസ് നമ്മൾ യൂസ് ചെയ്ത തലച്ചോറിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാവും, ഘടനാപരമായ മാറ്റം ഉണ്ടാവും. 2, തലച്ചോറ് ഫങ്ഷൻ ചെയ്യുന്ന, ഒരു നോർമൽ മനുഷ്യനിൽ ഫങ്ഷൻ ചെയ്യുന്ന ആ ഫങ്ഷണൽ ചേഞ്ച് ഉണ്ടാവുകയും അവൻ്റെ ചിന്താരീതികളെല്ലാം തോട്ട് ഡിസോർഡർ. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, വൈകുന്നേരം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഉണ്ട് അവൻ്റെ ഉള്ളിൽ തോന്നുന്നതൊക്കെ യാഥാർത്ഥ്യമായിട്ട്, ഫാൻറ്റസി, അതായത് സ്വപ്ന ലോകം യാഥാർത്ഥ്യമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥ അവരിലുണ്ടാവും. 3, ബയോകെമിക്കലായിട്ടുള്ള ചേഞ്ച്. കഞ്ചാവിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങൾ കൊണ്ട് ന്യൂറോളജിക്കലായിട്ട് തലച്ചോറിൽ ബയോകെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള
ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാം കൂട്ടിയുള്ള സം ടോട്ടലായിട്ടാണ് നമ്മുടെ തലച്ചോറിൻ്റെ കുഴപ്പങ്ങൾ നമ്മുടെ ബിഹേവിയറിൽ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ അവൻ്റെ ഭ്രാന്താവസ്ഥയെ നമ്മൾ കണ്ടെത്തുക. അപ്പൊ കഞ്ചാവ് ചെയ്യുന്നത്, കഞ്ചാവിൻ്റെ ഉപയോഗം മൂലം ഇൻഡ്യൂസ്ഡ് ഡിസോർഡർ, കഞ്ചാവ് വലിച്ചത് മൂലം ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള സൈക്കോസിസ്, ഭ്രാന്തിൻ്റെ എലമെന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളല്ലാണ്ടാക്കി മാറ്റുന്ന, മനുഷ്യനല്ലാണ്ടാക്കി മാറ്റുന്ന ഈ കഞ്ചാവിൻ്റെ ഉപയോഗം ചെയ്യാതിരിക്കുകയാണ് മാനസികാരോഗ്യത്തിന് നല്ലത്.